സ്വന്തം പാർട്ടിയിലെ മന്ത്രിയെ നിയമസഭയിൽ ഇരുത്തിപ്പൊരിച്ച് പാർട്ടിയുടെ തന്നെ MLA. ബീഹാറിലാണ് സംഭവം. ബജറ്റ് സമ്മേളനത്തിലാണ് മൈഥിലി താക്കൂർ എന്ന യുവ BJP MLA തന്റെ മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രിയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെയോട് വിമർശനാത്മകമായി വിശദീകരിച്ചത്. അലിനഗറിൽ നിന്നാണ് മൈഥിലി താക്കൂർ MLA ആയത്. തന്റെ മണ്ഡലത്തിലെ ആശുപത്രി കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്നും മരുന്നുകളുടെയും ഡോക്ടർമാരുടെയും കുറവും MBBS സീറ്റുകളുടെ അഭാവവും വർഷങ്ങളായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും മൈഥിലി ചൂണ്ടിക്കാട്ടി. ഓരോ വർഷവും പദ്ധതികളെക്കുറിച്ചും അനുമതിയെക്കുറിച്ചും സംസാരിക്കുകയല്ലാതെ താഴെത്തട്ടിൽ യാതൊരു മാറ്റവുമില്ലെന്നും MLA കുറ്റപ്പെടുത്തി. താൻ മന്ത്രിയെ ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് അഭ്യർത്ഥിക്കുകയാണെന്നും താൻ വളരെ ചെറുപ്പമാണെന്നും കുട്ടിയായിരുന്ന കാലം മുതൽക്കേ ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ടെന്നും അതുകൊണ്ട് ജനതാൽപര്യം മുൻനിർത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മൈഥിലി അഭ്യർത്ഥിച്ചതോടെ മന്ത്രി സ്വന്തം പാർട്ടിയുടെ MLA കൊണ്ട് പ്രതിക്കൂട്ടിലാവുകയായിരുന്നു. മന്ത്രിയുടെ മറുപടിയിലും മൈഥിലി അതൃപ്തി പ്രകടിപ്പിച്ചു. उत्तर जो मिला है मैं उससे पूर्णतः संतुष्ट नहीं हूँ, क्योंकि उसमें ऐसा लिखा है कि भवन जर्जर स्थिति में नहीं है, बस उसकी मरम्मत की आवश्यकता है। लेकिन मैं चाहती हूँ एक बार मंत्री महोदय एक बार पुनः अवलोकन कराएं, क्योंकि मैं खुद जाकर के देखी हूँ भवन जर्जर स्थिति में है। वहाँ पे एक छोटे से कमरे में स्वास्थ्य व्यवस्था का संचालन हो रहा है। MBBS चिकित्सक नहीं है। पूर्व में वहाँ पर दो MBBS चिकित्सक थे, लेकिन अभी नहीं है। उत्तर में लिखा है कि उधर आयुष चिकित्सक है, जिससे मैं सहमत हूँ, लेकिन हमें वहाँ पे 2 MBBS डॉक्टर्स की आवश्यकता है। मैं मंत्री जी से प्रश्न नहीं कर रही हूँ, मैं बस उनसे एक निवेदन कर रही हूँ, क्योंकि मैं बहुत छोटी थी और तब से मैं स्वास्थ्य मंत्री जी को मंत्री के रूप में देखते आ रही हूँ, उनको स्वास्थ्य के प्रति काम करते हुए देखते आ रही हूँ। तो मैं चाहती हूँ कि जनहित में वो इसका निदान करे, क्योंकि अति आवश्यक है। 5 से 7 पंचायत इस हॉस्पिटल पर निर्भर करती है, जिसका साफ साफ मानना है कि 40 से 50 हज़ार तक के जो 40 से 50 हज़ार लोग हैं जो इस हॉस्पिटल से लाभान्वित होते हैं। और मेरे पूरे विधानसभा के केंद्र में यह हॉस्पिटल है, जिससे कि अलग जो 2 प्रखंड है, घनश्यामपुर प्रखंड और अलीनगर प्रखंड, दोनों इससे लाभान्वित हो सकते हैं। तो इस पर माननीय स्वास्थ्य मंत्री जी का विशेष ध्यान रहे, यही मैं उनसे अनुरोध करना चाहती हूँ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൈഥിലി താക്കൂർ രാഷ്ട്രീയത്തിലിറങ്ങിയതും MLA ആയതും. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?